മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ആദ്യ പരാതിക്കാരി. ദൈവത്തിന് നന്ദിയെന്നും മാലാക കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ലോകം കേൾക്കാതെ പോയത് ദൈവം കണ്ടെന്നും പോസ്റ്റിൽ. ഗർഭചിത്രം നടത്തേണ്ടി വന്ന സാഹചര്യവും പോസ്റ്റിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ ആദ്യം അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ടീം ഈ അതിജീവിതയെ അതിക്രൂരമായാണ് സമൂഹ മാധ്യമത്തിലൂടെ ആക്രമിച്ചത്. ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തു. അപ്പോഴും അവൾ അന്ന് പറഞ്ഞത് നീതി വിജയിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോഴിതാ അവളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ദൈവത്തിന് നന്ദി, മാലാക കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊന്നൊടുക്കിയ ഗർഭചിത്രം നടത്തിയ കുഞ്ഞുങ്ങളെ ആണ് അവൾ ആ മാലാക കുഞ്ഞുങ്ങളിലൂടെ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ അതിജീവിത എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അരുൺ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങൾ സഹായിച്ച എല്ലാ വേദനകളും ന്യായവിധികളും വഞ്ചനകളും ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ തന്നെ സാധൂകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ ചെയ്തത് നിങ്ങൾ കണ്ടു, ലോകത്തിൽ ഒരിക്കലും എത്താത്ത നിലവിളികൾ നിങ്ങൾ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ എടുത്തപ്പോഴും നിങ്ങൾ ഞങ്ങളെ താങ്ങി. തുടങ്ങി നമ്മുടെ മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നൊക്കെ തുടങ്ങിയ വരികളിലൂടെയാണ് കൃത്യമായിട്ട് ഈ അതിജീവിത ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ലോകം കേൾക്കാതിരുന്ന ആ ഒരു നിലവിളി അതിപ്പോൾ ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഈ അതിജീവിത പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ആദ്യ പരാതിയുമായി രംഗത്തെത്തിയ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിൽ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അവർക്ക് നേരെയുള്ള സൈബർ ആക്രമണമായിരുന്നു ഒരു വശത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ ബലാത്സംഗ കുറ്റത്തിൽ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തതിന് ശേഷം പോലും നിരന്തരം അവരെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും മറ്റും നടപടി ഉണ്ടായത്. രാഹുലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും അതിലൊന്നും ഒരു കൂസലും ഇല്ലാത്ത തരത്തിലുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തത്. ഇപ്പോൾ ഏതായാലും ആ അതിജീവിത എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിലും കാണുന്നത്. അതായത് ആദ്യ അതിജീവിത അല്ലെങ്കിൽ ആ പരാതി നൽകിയ പെൺകുട്ടി അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നോട് വിവാഹം വാഗ്ദാനം നൽകിയാണ് തന്നോട് പ്രണയത്തിൽ ഏർപ്പെട്ടത്. അതിനുശേഷം ആ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പ്രണയം പിന്നീട് തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് പിന്നീട് ആ കുഞ്ഞിനെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ പരാതിക്കാരിയും സമാനമായ കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയുന്നു എന്നുള്ളതാണ്. വിവാഹിതയായ ആ സ്ത്രീയോട് ആദ്യം പ്രണയം നടിച്ച് നവമാധ്യമത്തിലൂടെ ബന്ധപ്പെടുന്നു. അതിനുശേഷം അവരുടെ കല്യാണത്തിൻ്റെ ആ ഒരു വിവാഹം വേർപെടുത്തുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നു. പിന്നീട് അവരെ രാഹുലിൻ്റെ വീട്ടിൽ സമ്മതിക്കണമെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആവണം അല്ലെങ്കിൽ ഗർഭിണിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഗർഭിണിയാക്കുന്നു. പിന്നീട് നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നു. അതിൻ്റെ ഇടയിൽ രാഹുൽ ആ കുട്ടി തൻ്റെ ആണെന്നുൾപ്പെടെ സംശയം പ്രകടിപ്പിക്കുന്നു. ഈ ആദ്യത്തെ അതിജീവിതയോടും സമാനമായ രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഉദരത്തിലൊരു കുഞ്ഞിനെ നൽകിയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ താൻ തന്നെയാണോ എന്നൊക്കെ തരത്തിൽ ആ സ്ത്രീയുടെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ആദ്യ അതിജീവിതയോട് പെരുമാറിയത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ രണ്ടാമത്തെ അതിജീവിതയും പറയുന്നത്. തന്നോടും അത്തരത്തിൽ തൻ്റെ കുഞ്ഞാണോ എന്നൊക്കെ തരത്തിലുള്ള പെരുമാറ്റം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത്. ആ സമയത്ത് ഭ്രൂണമെടുത്ത് അതിൻ്റെ DNA പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ സാമ്പിൾ നൽകാൻ തയ്യാറായില്ല എന്നുൾപ്പെടെ ഈ മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ആദ്യ അതിജീവിത പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതിൽ കൂടുതൽ വസ്തുതകളുണ്ട്, അവരുടെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് തെളിയിക്കുന്നതാണ് മൂന്നാമത്തെ പരാതി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം രണ്ടിടത്തും ഒരേ സമാനമായ രീതിയിലാണ് രണ്ട് സ്ത്രീകളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയിട്ടുള്ളത്. അവരോടൊക്കെ ഈ തരത്തിൽ സ്ത്രീകളെ ഗർഭിണിയാക്കുന്നു, അതിനുശേഷം അവരെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുന്നു, അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഏർപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു ലൈംഗിക വൈകൃതം തന്നെയാണ് ഈ സ്ത്രീകളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ അതിജീവിത ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഉണ്ടായ പരാതികളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യ പരാതിയിൽ രാഹുലിൻ്റെ അറസ്റ്റ് പോലീസ്
രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ രാഹുലിനെ പാലക്കാട് വിട്ട് ബംഗളൂരു വരെ എത്തുന്നതിന് വേണ്ടി അവസരം നൽകിയത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല, അത് പോലീസിൻ്റെ വലിയ വീഴ്ചയാണെന്നുള്ള ഉൾപ്പെടെയുള്ളതിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കേസിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ വളരെ മന്ദഗതിയിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ മൂന്നാമത്തെ പരാതിയിലേക്ക് വന്നപ്പോൾ അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് എത്തി എന്നുള്ളത് അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അതിജീവിതകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്രയും ഈ ഒരു സംഭവത്തിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഓരോ മുഖങ്ങളും പുറം ലോകത്ത് അറിയുമ്പോൾ അതിലേതായാലും തങ്ങൾക്ക് ഇനിയെങ്കിലും നീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അതിജീവിതമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ ഈ ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ വിഷയത്തിൽ ധൈര്യസമേതം രംഗത്ത് വന്നിരുന്ന ആ യുവതിയാണ് നവമാധ്യമത്തിൽ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായും അരുൺ, അത് തന്നെയാണ് അതിവൈകാരികമായ ഒരു കുറിപ്പ് തന്നെയാണ് അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഒരുപക്ഷെയുള്ള ആദ്യമായുള്ളൊരു പരസ്യ പ്രതികരണം, ഗർഭചിത്രം നടത്തി എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിയതെന്നത് അടക്കമുള്ളൊരു ആദ്യമായ അതിജീവിത പങ്കുവച്ച പോസ്റ്റാണ്. ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചപ്പോഴൊക്കെ വളരെ ഒരു മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു ആ പരാതിക്കാരി. എന്തായാലും ഈ ലോകം കേൾക്കാത്തത് ദൈവം കേട്ടു എന്നതടക്കമുള്ള ചില വിവരങ്ങളാണ് ഈ പരാതിക്കാരി അല്ലെങ്കിൽ ഈ അതിജീവിത പറയുന്നതൊപ്പം ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്, മാലാക കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്നൊക്കെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വൈകാരികമായി ആ അതിജീവിത അടയാളപ്പെടുത്തുന്നുണ്ട്. ലോകം കേൾക്കാതെ പോയത് ദൈവം കണ്ടെന്നുമാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.